വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സേമിയ കേസരി തയ്യാറാക്കാം. ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് ചൂടാക്കണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നെയ്യാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയയെ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ലോ സ്പീഡിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ സേമിയ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ ചതച്ചത് ചേർക്കാം. ഏലക്കായയോ ഏലക്കായ പൊടിയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് മഞ്ഞ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് ഫുഡ് കളറോ ഒക്കെ ചേർക്കാം. ഇനി ഒരു കളറും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കളറില്ലാതെയും നമുക്ക് കേസരി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ലോ സ്പീഡിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സേമിയ വേവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ സേമിയ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഇതിനെ നല്ല പോലെ പഞ്ചസാരയും ഇതിലേക്ക് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയും നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ വെള്ളമൊക്കെ വറ്റി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം തയ്യാറാക്കാം. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.